പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവകൃപയെ നോക്കി പറക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിച്ച് പുതിയ സൃഷ്ടികളാക്കി ഈ ആരാധനയിലൂടെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളുടെയും പരിശുദ്ധ കാരുണ്യ പ്രവൃത്തികളുടെ യോഗ്യതയാൽ ഈ അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകളുടെ യോഗ്യതയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജപമാലകളുടെ യോഗ്യതയാൽ എത്രയും വേഗം ഈ വിഷയങ്ങളിലെല്ലാം വലിയ ദൈവിക ഇടപെടലുണ്ടായി സമയ ചുരുക്കത്തിൽ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഓരോ മക്കളെയും നീ വിളിക്കണമേ, തിരഞ്ഞെടുക്കണമേ, പ്രത്യേകമായ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്കും നിന്റെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത അനുഭവം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും മുട്ടുമേൽ നിന്ന് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഹസ്ബൻഡ് എബി, എൻ്റെ മക്കൾ ഈദൻ ആൻഡ് ഡാനിയൽ. ഡാനിയലിന് കിട്ടിയ രോഗസൗഖ്യമാണ് ഞങ്ങൾ ഇന്ന് സാക്ഷ്യമായി ഇവിടെ പറയുന്നത്. എൻ്റെ ബ്ലഡ് ഇൻകോമ്പാറ്റബിലിറ്റി കാരണം ഇവനൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ഞാൻ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇവൻ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും. മൂത്ത ആളും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കാരണം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പം നമ്മുടെ ബോഡിയിൽ കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെതിരായിട്ടൊരു ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് നോർമലി എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ലഭിക്കുന്നതാണ്. എനിക്കും അതുപോലെ തന്നെ ഞാൻ നേഴ്സായത് കാരണം 2 പ്രാവശ്യം എനിക്കത് കിട്ടിയെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. 28th വീക്കിലും ഡെലിവറി കഴിഞ്ഞും എനിക്ക് ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ ലഭിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അന്നേരം ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ അതിന് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൻറ്റി-ഡി ലെവൽ എൻ്റെ ബ്ലഡിൽ കൂടുതലാണ്. സാധാരണ ഒരാൾക്കുണ്ടാവുന്നതിനേക്കാൾ കൂടിയ ലെവലാണ് എൻ്റെ ബോഡിയിൽ. അതായത് എൻ്റെ ബോഡി ഇനിയൊരു പോസിറ്റീവ് ബ്ലഡുള്ളൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആവുമ്പം അവനെതിരായിട്ട് ഉള്ള ഒരു ആൻറ്റിബോഡീസ് എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ അവന് ഹെൽത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഇതെല്ലാം ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഞങ്ങൾ 2 മാസം കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞങ്ങൾ ബൈബിൾ വായന തുടർന്നു. അതിനുശേഷം പ്രഗ്നൻസി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ വന്നത് കാരണം. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ത്യയിൽ നിന്നായിരുന്നു ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പം ആ ഡെലിവറിയിൽ ഞാൻ എടുത്ത ഇഞ്ചക്ഷൻസ് ഒന്നും എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർ ഓരോ ആൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ ലെവൽ എത്രയാണെന്ന് ആദ്യമേ നോക്കി അതനുസരിച്ചുള്ള ഇഞ്ചക്ഷനാണ്. ഓരോരുത്തർക്കും ഡോസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഡോസോ എൻ്റെ ബ്ലഡ് ലെവൽ ഇതിനു മുമ്പ് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഇഞ്ചക്ഷൻ എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ആൻറ്റി-ഡി ലെവൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ സ്റ്റേബിളായിട്ട് നിന്നു, വലിയ കുഴപ്പങ്ങളില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എല്ലാ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴും സ്കാനിങ് കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോ, ഹെഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അവർ. അങ്ങനെ എൻഡ് ഓഫ് ദി ട്രൈമസ്റ്റർ 3rd ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റി-ഡിയുടെ ലെവൽ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ കൂടി വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഇവനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ബിൽറുബിൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിൽറുബിൻ ലെവൽ കൂടിക്കഴിഞ്ഞത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞ് ഒരിതുണ്ട്. അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ പല ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്കിൽ പോലും ഇത് ഭയങ്കരമായൊരു സിറ്റുവേഷനാണ്. ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ, എൻ്റെ വീട്ടിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, എൻ്റെ ചേച്ചിയൊക്കെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. എന്നിട്ടും എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരിയധികം സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇവനുണ്ടായി. ഇവനെ 35ാമത്തെ ആഴ്ചയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 35ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്ത് ഇവനെ പുറത്തെടുത്തു. അവൻ NICUലോട്ടാണ് ഡയറക്റ്റ് പോയത്. NICU ചെന്ന് കഴിഞ്ഞ് ഡോക്ടേഴ്സ് കാണുമ്പോൾ അവന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ ബ്ലഡ് ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ബിൽറുബിൻ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഇവൻ്റെ ഓൾമോസ്റ്റ് ഹോൾ ബ്ലഡ് എടുത്ത് പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് വലിയ കോംപ്ലിക്കേഷനുള്ള പ്രൊസീജിയറൊന്നും അല്ല,
എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അതിന് പെർമിഷൻ കൊടുത്തു. ഞാനാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് വാർഡിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എൻഡ് ആവാനായപ്പോഴത്തേക്കും ഇവൻ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ബ്ലഡ് വാല്യൂസൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞ് ഡോക്ടേഴ്സിനും അവിടുത്തെ നേഴ്സുമാർക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. കാരണം അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് പോലും ഒരു കുഞ്ഞിന് ഇതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇവൻ എന്തുകൊണ്ട് പകുതി മുക്കാൽ വരെ നോർമലി പോയിട്ടും എൻഡ് ഓഫ് ദാറ്റിലേക്ക് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം. അവരുടെ പറച്ചിലനുസരിച്ച് കുഞ്ഞിന് മൾട്ടി ഓർഗൻ ഫെയിലറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ ഒന്നും ഇവൻ ഒരു പ്രശ്നവുമില്ല. അവൻ്റെ ബ്ലഡ് വാല്യൂസ് നോർമലാണ്, കിഡ്നി ലിവർ എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശേഷം ഇവൻ്റെ കിഡ്നി അഫക്റ്റഡായി, ഇവൻ്റെ ലിവർ അഫക്റ്റഡായി, ഇവൻ്റെ ക്ലോട്ടിൻ ഫാക്ടേഴ്സ് അഫക്റ്റഡായി, എല്ലാം അഫക്റ്റഡായി. ഇവൻ ഒരു കംപ്ലീറ്റ്ലി മൾട്ടി ഓർഗൻ ഫെയിലറായ ഒരു കുഞ്ഞായി മാറി. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ 5-ാം തീയതിയാണ് ഇവൻ ഉണ്ടായത്. 6-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ മെൻ്റൽ പെയിനും എൻ്റെ സിസേറിയൻ കഴിഞ്ഞ് ഫിസിക്കൽ പെയിനും ഒട്ടും എനിക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരുന്നു. എനിക്കത് അത്രയും വിശദീകരിക്കാൻ പോലും കഴിയില്ല. അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആശ്വാസത്തിനായി ആരുമില്ലായിരുന്നു. എനിക്ക് കരഞ്ഞ് നിലവിളിച്ച് എല്ലാ ദിവസവും ആരോടൊന്ന് പറയും എൻ്റെ വിഷമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളുടെ ഇടയ്ക്ക് ആരാണ് എനിക്ക് ആശ്വാസം തരിക എന്നിങ്ങനെ തിരഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവമല്ലാതെ ഈശോ അല്ലാതെ നമുക്ക് ഒരാളില്ല ആശ്വാസത്തിന്. നമുക്ക് ആശ്വാസം തരാനായിട്ട് ഈശോയോട് പറഞ്ഞെങ്കിലേ നമുക്ക് ആശ്വാസം കിട്ടുള്ളൂ. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാതാവിനോടും ഈശോയോടും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ ഞങ്ങൾക്ക് കിട്ടണം. അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ അവരുടെ വാല്യൂ അനുസരിച്ച് 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അവരുടെ വാല്യൂ മാക്സിമം 30. അതിൽ കവിഞ്ഞത് 400-ലായിരുന്നു. 2.8 കിലോ ആയിരുന്നു അവനുണ്ടായപ്പം. അവൻ്റെ ബോഡി അത് കാരണം കിഡ്നി ഫെയിലർ ആയാലും മൂത്രം ഒഴിക്കാതെ അവൻ്റെ ബ്ലഡ് ഫ്ലൂയിഡ് ഓവർലോഡായി അവൻ 5 കിലോ വരെ അത്രയ്ക്കും വീർത്തവൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു അവൻ്റെ ബോഡി തന്നെ നോർമൽ ആവട്ടെ, കിഡ്നി ഫങ്ഷൻ ആവുമോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ അവിടെ ഒരു അച്ഛനുണ്ട്. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു നമുക്കിവന് മാമോദിസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വീട്ടു മാമോദിസ എന്ന് പറഞ്ഞ് ആശുപത്രി വന്ന് അച്ഛൻ മാമോദിസ കൊടുത്തു. ആ മാമോദിസയ്ക്ക് ശേഷം അവൻ പതുക്കെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് വൈകുന്നേരം മുതൽ അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവർ പറയുന്ന ആ ലെവലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഇൻറ്റുബേറ്റ് ചെയ്തു കുഞ്ഞിനെ. വയറുകളില്ലാത്ത സ്ഥലമില്ലായിരുന്നു, അവൻ്റെ ബോഡി മൊത്തം വയറുകളായിരുന്നു. അങ്ങനെ ഇരുന്നു. അവനെ അവർ ആദ്യം 5 ലൈറ്റുകൾ, ബിൽറുബിൻ കൂടുതലായ കാരണം 5 ബ്ലൂ ലൈറ്റ്സിൻ്റെ അണ്ടറിലായിരുന്നു അവനെ വെച്ചിരുന്നത്. അത്രയും. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് ഉണ്ട് എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നി മാതാവ് ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞ് ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഈശോയെ മാതാവ് ഇരുട്ടത്തിരിക്കുന്ന എന്തിനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നി. 5 ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം ഞങ്ങൾ അന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. ബിൽറുബിൻ്റെ ലെവൽ നോർമലായിരുന്നു. പിന്നെ അവർക്കത് അതൊന്നും ഓണാക്കേണ്ട അവസ്ഥ വന്നില്ല. പക്ഷേ എങ്കിലും ഈ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ അവിടെ തന്നെ നിന്നു. ഫൈനലി അവർ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ, മെൽബണിലെ വലിയൊരു ആശുപത്രിയാണ്, ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അവർ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡയാലിസിസ് ചെയ്ത് പരിചയം അവർക്കില്ല. പക്ഷേ എങ്കിലും ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. പെരിറ്റോണൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, വയറിലാണ് അവർ ചെയ്യുന്നത്. അന്നേരം അവർ ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഒറ്റപ്രക്കിൽ തന്നെ അവർക്ക് ഡയാലിസിസ് ട്യൂബ് ഇടുന്നതിനും എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ചയോളം അത് ട്യൂബ് അവൻ്റെ വയറ്റിലുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു കോംപ്ലിക്കേഷനോ ഒരു ഇൻഫെക്ഷനോ ഒന്നുമില്ലാതെ എൻ്റെ മാതാവും ഈശോയും അവനെ കാത്തു. അവനൊരു കുഴപ്പമില്ലാതെ അവൻ ആ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തു.
ചെയ്തു. അവൻ്റെ ലെവൽസൊക്കെ കുറഞ്ഞു വന്നു. ഫ്ലൂയിഡ് ഓവർലോഡ്, അതിൻ്റെ ഫ്ലൂയിഡുകളൊക്കെ പോയി തുടങ്ങി. അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ അവൻ്റെ ലെവൽസൊക്കെ നോർമലായി. അന്നേരമൊക്കെ എനിക്ക് ഈശോയോട് ഓരോ ലെവലിലെത്തുമ്പോൾ ക്രിയാറ്റിൻ ഇങ്ങനെ കുറഞ്ഞ് 150 അങ്ങനെയൊക്കെ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതവിടെ ചിലപ്പോൾ സ്റ്റേബിൾ ആകുമായിരിക്കും, അത് ഇനി കുറയാൻ ചാൻസ് ഇല്ല, അതവിടെ സ്റ്റേബിൾ ആകും, കാരണം കുറച്ച് എന്തായാലും അവനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ധനും കുരുടനും എല്ലാം ഈശോ കാഴ്ചശക്തിയും കേൾവിശക്തിയും എല്ലാം കൊടുത്തു. ആർക്കും ഈശോ ഒരു ചെവി കേൾക്കട്ടെ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണട്ടെ എന്നല്ല ഈശോ പറഞ്ഞത്, അവർക്ക് രണ്ടും പൂർണ്ണമായ സൗഖ്യമാണ് കൊടുത്തത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് വേണം എന്ന് തന്നെ ഞാൻ ഈശോയോട് മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുവഴി എൻ്റെ കുഞ്ഞിപ്പോൾ എല്ലാ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ മാറി അവൻ്റെ എല്ലാ ഓർഗൻസും നോർമലാണിപ്പോൾ, അവൻ്റെ കിഡ്നി ഫങ്ഷനും നോർമലാണിപ്പോൾ. അവൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ മാറി. ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ നോർമലാക്കി. ഒരു നോർമൽ കുഞ്ഞിനെ പോലെ അവൻ കളിച്ച് ചിരിച്ച് ഇടപഴകി നടക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവന്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രം ഞങ്ങളുടെ അനിയനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പിച്ച് അയച്ച് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. അന്നേരം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ പത്രം വാങ്ങിച്ച് എല്ലാ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം അവരോട് ഇത് എങ്ങനെ പറയും, കൃപാസനത്തെപ്പറ്റി എന്താണ് അവരോട് പറയുക, കാരണം അവരിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരോട് ഇത് എന്ത് പറയും എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ കരുതി ആശുപത്രിയിൽ തന്നെ ഇത് കൊടുക്കണമെന്ന് കരുതി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പല ആളുകളെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്തു. അവരിൽ പലരും ഇതുപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ പിന്നെ ഞാൻ കരുതി ചില ആളുകൾക്കൊക്കെ വേണ്ടാന്ന് പറയും, അവർ നിരസിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇവരൊക്കെ വെറുതെ കൊണ്ട് കളഞ്ഞാലോ എന്ന് കരുതി പള്ളിയിൽ കൊടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി പള്ളിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. അവിടെ എല്ലാവർക്കും നല്ലൊരു സ്വീകരണമായിരുന്നു. അവരെല്ലാവരും പത്രം വാങ്ങിക്കുകയും ഇതിനെപ്പറ്റി കേൾക്കുകയും ഇതെവിടെയാണെന്ന് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഓരോ ഡോക്ടേഴ്സും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ അവസ്ഥയെപ്പറ്റി പറയും. ഇവൻ്റെ അങ്ങനെയാണ്, ഇവൻ്റെ അവസ്ഥ ഇതാണ്, ഇത് ഇത്രയൊക്കെ ആവുള്ളൂ, ഇപ്പം കിഡ്നിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് പോലെ ഉണ്ട്, അത് അങ്ങനെയൊക്കെ പറയും, സ്കാനിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നത്തെ ഒരു സ്കാൻ ചെയ്തപ്പം ഈ സിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കാണുന്ന പോലും ഇല്ല എന്നവർ പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഇല്ല ഇപ്പം എന്നവർ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഈ കിഡ്നി എന്തുമാത്രം ബെറ്റർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, ഇതങ്ങനെ നിൽക്കും, സ്റ്റേബിളായി നിൽക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് ഒരു സുന്ദരിയായൊരു ഡോക്ടർ, ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ നൽകി ആ ഡോക്ടർ. ഒരു ഡോക്ടേഴ്സും അവിടെ ഒരു പ്രതീക്ഷ നൽകത്തില്ല, കാരണം അവരെല്ലാം ഇങ്ങനെ പറയത്തേ ഉള്ളൂ, ഇതൊക്കെ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നേ അവിടെയുള്ളവർ പറയുള്ളൂ, എന്നാലും നമുക്ക് ബെറ്റർ ആകും എന്നവർ പറയില്ല. അപ്പോൾ ഈ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഇത് ബെറ്റർ ആവും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു 90 to 90% വരെ അവൻ ബെറ്റർ ആവും, 5% നമുക്ക് വി വിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞു. ആ ഡോക്ടറെ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. ആ ഡോക്ടർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ സാധാരണ കാണുന്ന ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടറോട് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 95% വരെയൊക്കെ ബെറ്റർ ആവുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഈ ഡോക്ടർ പറയുകയാണ് ഞങ്ങളടുത്ത്, അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല, ഒരിക്കലും 95% 1% കണക്ക് ഞങ്ങൾക്ക് പറയാനേ കഴിയില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങളടുത്ത് ഓൾറെഡി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാതാവായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എല്ലാ മാസവും ഇവന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ലേഡി ഡോക്ടറിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ഞങ്ങൾ മറ്റേ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിന് അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ വന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതായിട്ട് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഞങ്ങൾക്കവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ പോയി ഞാനിങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു പത്രം കൊടുക്കും, കാണുന്നവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പം ഒരു
വീൽ ചെയറിൽ ഒരു ലേഡിയെ ഉന്തിക്കൊണ്ട്, അവർ പ്രഗ്നൻ്റ് ആണ്, ആ പ്രഗ്നൻ്റായ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇംഗ്ലീഷുകാരനായ പോലെ ആണ് അയാൾ. പക്ഷെ ഒരു പാവമായ ഒരാൾ അയാൾ എനിക്ക് യേശു പിതാവിനെ പോലെ തോന്നി അയാളെ കണ്ടപ്പം. അങ്ങനെ ഒരു വീൽ ചെയറിൽ ഈ പ്രഗ്നൻ്റായ ഈ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരിങ്ങനെ വന്ന് അവിടെ നിൽക്കുക. അപ്പോൾ ആദ്യം ഞാൻ കരുതി, കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ത്രാണി പോലും ഇല്ല, സംസാരിച്ച് ഞാൻ കരയും. അന്നേരം ഞാൻ വിചാരിച്ച് ഞാൻ കൊടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോവുക. പക്ഷേ എനിക്ക് തോന്നി അവർക്ക് പത്രം കൊടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ അവർക്ക് പത്രം കൊടുത്തു. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഓൾറെഡി അവർക്ക് അറിയാം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി അവർക്ക് അറിയാം എന്നൊരു റെസ്പോൺസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകൻ NICU അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി അറിയാം എന്നുള്ള രീതിയിൽ. അവൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓൾറെഡി അറിയാം, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് നമ്മളോട് ഒരാൾ പറയില്ലേ, അതുപോലെ. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ പേര് ഡാനിയലാണ്. അവൻ ഓക്കെ, എന്തായിരുന്നു പ്രശ്നം അവൻ്റെ അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ള രീതിയിൽ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ നമുക്ക് അറിയില്ലാത്തൊരു വ്യക്തി അത് കഴിഞ്ഞിട്ട് അവർ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവർ പറഞ്ഞു, ഹി വിൽ ബി ഓൾ റൈറ്റ്, യു ഡോണ്ട് വറി, യു ഡോണ്ട് ക്രൈ, ഹി വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്നെ അറിയുക പോലും ഇല്ലാത്ത ഒരാൾ, മാതാവ് പറഞ്ഞു വിട്ടതാണോ മാതാവ് തന്നെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ആ ഒരു വിഷമഘട്ടത്തിൽ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച വാക്കുകളായിരുന്നു അത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആരെയും ഞങ്ങൾക്ക് ചെറിയ സഹായമാണെങ്കിൽ പോലും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ടുള്ള ഷെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യക്കാർ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ആവശ്യക്കാരന് അല്ലെങ്കിൽ ആരും വന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി.